നമ്മുടെ റെഡ് ലേഡി പപ്പായ മരമെല്ലാം ദേ വേലിക്ക് പുറത്തേക്ക് വളർന്നിരിക്കുകയാണ്. ഇനിയും ഇത് പെട്ടെന്ന് തഴച്ചു വളരാൻ ഞാനൊരു അത്ഭുത വളം കൊടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതിൻ്റെ തൊട്ട് നമ്മുടെ റെഡ് ലേഡി പപ്പായയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന രണ്ടാം വളം എന്താണെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഓൾറെഡി അന്ന് ഏകദേശം ഒരു 10ഓളം ഓമ കേട്ടോ, റെഡ് ലേഡി നമ്മുടെ ഓമ നമ്മൾ വെച്ചിരുന്നു. ആ ഒരു ഓമയിൽ നമ്മളിത് 2 പന്നി കുത്തിക്കളഞ്ഞിരുന്നു കേട്ടോ. ഇതിപ്പം നല്ല രീതിയിലൊരു 4 അടി 5 അടി പൊക്കത്തിൽ വളർന്നിരുന്ന 2 ഓമ തൈകളാണ് കേട്ടോ. കാണാൻ പറ്റും, ഇത് രണ്ടും അന്ന് നമ്മുടെ ഈ ഒരു പന്നി വന്ന് വെട്ടിക്കളഞ്ഞിരുന്നു കേട്ടോ. അപ്പം വീണ്ടും അത് തോൽക്കാൻ മനസ്സില്ല എന്നുള്ള രീതിയിൽ തളിരിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വാടി പോകത്തില്ല, പണ്ടായി പോകത്തില്ല, വീണ്ടും കിളിച്ച് വരും. അപ്പം അന്ന് അങ്ങനെ ഒരു പന്നി നമ്മുടെ ഈ 2 ഓമയും വെട്ടിക്കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും നമ്മുടെ മറ്റുള്ള ഓമയുടെ ചുറ്റും ഇതുപോലെ വേലി തീർത്തത്. പക്ഷേ ഇങ്ങനെ വേലി ഇട്ടതിന് ശേഷം കേട്ടോ നമ്മുടെ ഓമയിലൊന്നും പന്നി കയറിയിട്ടില്ല കേട്ടോ. ഈ പറമ്പിലൊക്കെ വരുമെങ്കിലും പിന്നീട് പന്നി കയറിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു ഓമയൊക്കെ നല്ലപോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കരുത്തുറ്റ ഇലയും മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മളിനി നമ്മുടെ ഒരു ഓമയ്ക്ക് 2ാമത്തെ വളം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2ാമത്തെ വളം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമില്ല, തനിയെ വളർന്നോളും. എന്നാലും കുറച്ച് വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വളരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓമയുണ്ടല്ലോ, ഈ ഒരു ഓമയുടെ ചുറ്റിനുമുള്ള ഈ ഒരു സൈഡിലെ വേലി ഞാൻ അഴിച്ചു മാറ്റി. അപ്പം അഴിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്കിപ്പം ഇതിനകത്തിന് വളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അഴിച്ചു മാറ്റിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വളം എന്ന് പറയുന്നത് ഇത് കണ്ടോ, കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല, ചാണകപ്പൊടിയാണ്. നല്ല ഉണങ്ങിയ നല്ല ചാണകപ്പൊടിയുണ്ട്. പിന്നെ ഉള്ളത് ചാരം. ചാരം നമ്മുടെ സാധാരണ നമ്മുടെ വിറക് കത്തിക്കുന്ന ചാരം. അപ്പോൾ ഈ 2 ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഓമയ്ക്ക് വീണ്ടും നമ്മൾ 2ാം വളം കൊടുക്കാൻ പോകുന്നത്. അന്നേരം ഈ ഒരു വളം കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഓമയുടെ മൂടുണ്ടല്ലോ, അതായത് ചെവിടൊന്ന് ഇളക്കി കൂട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണ്ണിട്ട് ഒന്ന് അടുപ്പിച്ച് കൂട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ചെവിട് പതിയെ അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് വീണ്ടും നല്ലപോലെ പെട്ടെന്ന് മണ്ണിലേക്ക് താഴ്ന്ന് പിടിക്കത്തുള്ളൂ. അതായത് നമ്മുടെ വളം പെട്ടെന്ന് മണ്ണിലേക്ക് താഴത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ഈ ഇരിക്കുന്ന ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി കുറേശ്ശെ എടുത്ത് നമുക്ക് നമ്മുടെ ഓമയുടെ ചുവട്ടിലേക്ക് ഇടാം കേട്ടോ. ചാണകപ്പൊടി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഈ ഇടയ്ക്കൊന്ന് മഴ പെയ്തുകൊണ്ട് ഒന്ന് നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇട്ടട്ടെ ഒന്ന് കുത്തി കൊടുത്താൽ ചാണകപ്പൊടി തന്നെയാണ്, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായിരുന്നു. കുറച്ച് മുമ്പ്, അതായത് ഇന്നലെയൊക്കെ ജസ്റ്റ് ചെറിയൊരു മഴ പെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ചാണകപ്പൊടി ഇങ്ങനെയായി മാറിയിരിക്കുന്നത്. അപ്പം ഇതിന് ചുറ്റിന് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ചുറ്റിനും കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മളിപ്പം നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാരമുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വിറക് കത്തിയ ചാരമാണ്. ഈ ചാരം എടുത്ത് നമുക്ക് ഈ ഒരു ചാണകപ്പൊടിയുടെ മുകളിലേക്കൊന്ന് നല്ലപോലെ വിതറി കൊടുക്കാം. ഒട്ടും നമ്മൾ പിശുക്ക് കാണിക്കരുത് കേട്ടോ, കാരണം നമ്മൾ ചെടി വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റാണ് ഏകദേശം ഒരു 4 അടിയോളം പൊക്കത്തിൽ നമ്മുടെ ഈ ഒരു ഓമ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തണ്ടിനധികം കനമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വളം കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ചെറിയ കരണ്ട് വെച്ച് നമുക്ക് ഇതിൻ്റെ മൂട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കുക്കുംബർ പറിച്ച് കളഞ്ഞതിൻ്റെ, അതായത് നമ്മുടെ ഒരു വിളവ് കഴിഞ്ഞ ശേഷം അത് പറിച്ച് കളഞ്ഞതിൻ്റെ തണ്ടും ഇലയെല്ലാം കൂടാണ് ഞാൻ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ അതോടെ കിടക്കുന്ന കണ്ടു. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് കൂടിയും കിടന്നോളും. ഇപ്പം 2 ഗുണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈർപ്പം നിലനിർത്താൻ പറ്റും. 2, അഥവാ ഒരു മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു വളം ഒലിച്ചു പോകാതിരിക്കാനും നമുക്ക് ഈ ഇട്ടിരിക്കുന്ന കരിയിലോ അല്ലെങ്കിൽ പറയുന്നതിനുള്ള ഇങ്ങനെയുള്ള സസ്യങ്ങളുടെ ഈ ഒരു വേസ്റ്റോ ഒക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ 2 ഇട്ടിട്ടുണ്ട്. ഇനി ഏകദേശം 4 ഉണ്ട്. ആ 4 എണ്ണത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇത് മൂടിയിടണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലിങ്ങനെയുള്ള റെഡ് ലേഡി പപ്പായ ഓമയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഡ് ലേഡി പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പറഞ്ഞിട്ട് ഒറ്റ വളത്തിൻ്റെ ആവശ്യമേ പിന്നെ അത്യാവശ്യം കായാവുന്ന സമയത്താണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വളം കൂടി ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം ഉണ്ടാവുകയും അതൊരു 6 മാസത്തിനുള്ളിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ബായ്.